brand new episode of Once Upon a Time Season 3, started for stand-up മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. Once Upon a Time Season 3 ഗ്രാൻഡ് ഫിനാലെ വിന്നേഴ്സ് ലഭിക്കുന്ന പ്രൈസസ്. ഒന്നാം സമ്മാനം 7 ലക്ഷം രൂപ. ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നു പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സയുമായി എൽഡോ വൈറ്റേഴ്സ് ആൻഡ് പൾസ് ആയുർവേദ. ഇനി അലർജിയും ആസ്മയും ഒരു മാറാ രോഗമല്ല. രണ്ടാം സമ്മാനം 5 ലക്ഷം രൂപ നൽകുന്നത് ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് തൃശൂർ. മൂന്നാം സമ്മാനം 3 ലക്ഷം രൂപയാണ്. ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നു ചെയർമാൻ ചെയേഴ്സ്. സുന്ദരം സുദൃഢം സുഖകരം. Once Upon a Time സീസൺ 3 ഇന്നത്തെ ചിരി വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് വെൽക്കം ചെയ്യാം രമേശ് പിഷാരടി. വീണ്ടും നമ്മൾ ഒരു വർഷത്തിൻ്റെ അവസാന മാസങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ നാളുകളൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം എപ്പോഴും ഒരു സമ്മാനത്തിൻ്റെയും കൊടുക്കൽ വാങ്ങലുകളുടെയൊക്കെ കാലമാണ്. ഇപ്പോൾ എത്രത്തോളം ഉണ്ട് എന്നെനിക്കറിയില്ലെങ്കിലും ഒരു കാലഘട്ടം മുഴുവൻ ക്രിസ്മസ് കാലത്തൊക്കെ ഈ ക്രിസ്മസ് കാർഡുകൾ എഴുതുക, അയക്കുക, സാന്താക്ലോസ് വരുമ്പോഴും നമുക്കൊരു സമ്മാനപ്പൊതി തരിക എന്നൊക്കെയാണ് എപ്പോഴും ഇതിൻ്റെയൊക്കെ ഒരു സങ്കല്പത്തിലും ഓർമ്മകളിലും എല്ലാം ഉള്ളത്. എന്നാൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വില കുറഞ്ഞതും ചിലവില്ലാത്തതും ഏറ്റവും ഹൃദ്യമായതുമായൊരു സമ്മാനം എന്ന് പറയുന്നത് മറ്റൊരാളെ കാണുമ്പോൾ നമ്മൾ നൽകുന്ന ഒരു കുഞ്ഞ് പുഞ്ചിരിയാണ്. ആ പുഞ്ചിരി ഒരു വലിയ കമ്മ്യൂണിക്കേഷനാണ്. പരസ്പരം ചിരിക്കുന്നത് അകലം കുറയ്ക്കുന്നു, ഒരു സൗഹൃദം വളർത്തുന്നു. അങ്ങനെ ഒരു ചെറിയ ആക്ട് ആണെങ്കിൽ പോലും ചിരി കൈമാറുന്നത് വലിയ സന്ദേശങ്ങളാണ്. അങ്ങനെയുള്ള ചിരിയുടെ ഒരുപാട് സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് Once Upon a Time അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങുന്നു. മറ്റൊരു പുതിയ എപ്പിസോഡിൽ നിങ്ങളെ ചിരിപ്പിക്കാൻ തയ്യാറായി ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് സ്വാഗതം പറയുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എൻ്റെ പേരിൽ സ്വാഗതം പറയുന്നു. ഇനി ഇന്നത്തെ എപ്പിസോഡിലുള്ള നമ്മുടെ അതിഥിയെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഇതിനു മുമ്പ് ഒരിക്കൽ നമ്മുടെ എപ്പിസോഡുകളിൽ വന്നിട്ടുണ്ട്. നിരവധി സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ അവതരിപ്പിക്കുന്നു. വേദികളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും സിനിമയിലൂടെയും എല്ലാം നമ്മുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ നമുക്ക് പ്രിയപ്പെട്ട ഒരാളായി മാറിയ കലാകാരൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അസീസ് നെടുമങ്ങാട്. വീണ്ടും സ്വാഗതം. അസീസക്ക Once Upon a Time വന്നു. നമ്മുടെ ഭാഗമായി നമ്മുടെ പ്രേക്ഷകരുടെ നമ്മുടെയൊക്കെ മനസ്സ് ഒരുപാട് നിറച്ചു പോയ ഒരു ഗസ്റ്റ് ആയിരുന്നു കേട്ടോ. അതല്ലേ വീണ്ടും വിളിച്ചതല്ലേ? അതാണ് വീണ്ടും വിളിച്ചത്. അതായത് ആ ചിരി തുടക്കം മുതൽ അവസാനം വരെ കീപ്പ് ചെയ്യുന്ന ചിരി വൈബ് എല്ലാം പുളിയായിരുന്നു. ചിരിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്? ചിരിക്കാൻ വേണ്ടിയാണ്? അങ്ങനെയല്ല, വരുമ്പോ ചിരിക്കുന്നതിന്റെ ഒരു വൈബ് കിട്ടിയെന്നുള്ളതാണ്. പണ്ട് വൈബ് കിട്ടൂലായിരുന്നു. ഓ, അങ്ങനെ വൈബ് കിട്ടുന്നുണ്ട്. ചിരിയിൽ എത്ര പെൺകുട്ടികൾ വീണിട്ടുണ്ട് പറയൂ? ഒറ്റ പെണ്ണ്, എന്റെ വൈഫ്. അത് നിങ്ങളെ ഒന്ന് വീഴ്ത്തിയതാണല്ലോ. അല്ലാതെ അസീസിന്റെ ചിരി നല്ലതാണെന്ന് പറഞ്ഞിട്ട് എത്ര പെൺകുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ടെന്നാണ് സത്യമായിട്ട് ഈ ഫ്ലോർ സത്യം ആരുമില്ല. ഈ ഫ്ലോറിനെങ്ങും പിടിച്ച് ആവശ്യമില്ലാത്ത സത്യമായിട്ട് ഞങ്ങൾ ഇത്രയും പേര് ഇത് വെച്ച് ജീവിക്കുന്നത്. സത്യമായിട്ടാണ്. നീ വേറെ വല്ലതും പിടിച്ച് സത്യമായിട്ട് നുണ പറയാൻ ഈ ഫ്ലോറിനെ പിടിച്ചാണോ സത്യമായിട്ട്? അല്ലടാ ഊവേ. പിന്നെ ശരി, ഇനി അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കൂ. ഞാൻ ആ കുട്ടികളുടെ പേരുടെ വെളിപ്പെടുത്തുന്നതായിരിക്കും. വരുന്ന ഈ ചെറുക്കന്മാരുടെ മെസ്സേജിനിടയിൽ ഇത് ഇവർക്ക് ചെറുക്കന്മാര് എനിക്ക് മെസ്സേജ് വലിയൊരു ആക്രമം ഉണ്ടായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. എന്റെ പിറന്നാളാണ്. എന്റെ പിറന്നാളിന്റെ അന്ന് തന്നെയാണ് ഡയാനയുടെയും പിറന്നാള്. ഒരേ ദിവസമാണ് ഞങ്ങളുടെ പിറന്നാള്. നിങ്ങൾ ഇരട്ടകളായിരുന്നോ? ഇരട്ടകളായിരുന്നു. ഏതാണ്. അങ്ങനെയാണ് ഗാന്ധിജി എന്റെ ചേട്ടനായിട്ട് ഒരു ദിവസം മുമ്പാ. അപ്പോ ഈ ഡയാനയുടെ പിറന്നാളിന് അന്ന് എനിക്കൊരു അജ്ഞാതന്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ അന്നത്തെ ഒരു ദിവസം വരുന്ന എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ കൊടുക്കും. ഇരുന്ന് താങ്ക് യു അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞ എല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുക്കുന്നതിനിടയിൽ ഒരു ഓഡിയോ നോട്ട് കണ്ടു. ഒരു അജ്ഞാത നമ്പറിൽ നിന്നാണ്. ഞാൻ പ്ലേ ചെയ്തപ്പോഴേ, ഹലോ പിഷാരടി ചേട്ടാ, ഇന്ന് നമ്മുടെ ഡയാന ചേച്ചിയുടെ പിറന്നാളാണ്. ഡയാന ചേച്ചിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ചേട്ടൻ എനിക്കൊരു വീഡിയോ അയച്ചു തരുമെന്ന്. ഒരുത്തനെ ഇവൻ എന്റെ പിറന്നാളെന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല. ഒരു കണ്ണിച്ചോരയില്ലാത്ത ദ്രോഹി ഈ പരിപാടി കാണുന്നവനാ. എന്നിട്ട് സ്നേഹമുള്ള ഏതോ ഒരു നല്ല പയ്യൻ ചെയ്ത. അല്ല, എന്നാലും അവൻ എന്റെ പിറന്നാളെന്ന് അറിയണ്ടേ ആ ദിവസം? അതുപോലും അറിയാതെ. അല്ലാതെ നമുക്ക് പെൺകുട്ടികൾ പോലും അയക്കുന്നില്ലല്ലോ നമ്മളെ പിറന്നാൾ. നമുക്ക് ആർക്കും അയക്കുന്നില്ല. പക്ഷെ ഇത് കുറെ എണ്ണം ഉണ്ട്. കൊട്ടപ്പടി ഇത്രയും ഭയങ്കരം തന്നെ. ഡയാന അതിനെ കുറിച്ച് പറയടേ, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. എനിക്കറിയില്ല, ആരാന്ന് അറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് സന്തോഷമുണ്ട്. നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടാണല്ലോ ഇങ്ങനെ രമേശിന്റെ പോലെ ഒരു വലിയ വ്യക്തിയുടെ കയ്യിൽ എനിക്കൊരു വിഷ് വീഡിയോ കിട്ടാന്നൊക്കെ പറയുന്ന വലിയ കാര്യമാണല്ലോ. തീർച്ചയായും. അല്ല, ഞാൻ വിഷ് വീഡിയോ ഒന്നും ചെയ്തില്ല. അല്ലാത്തവർക്ക് എല്ലാം റിപ്ലൈ കൊടുത്തു. ഇവന് ഞാൻ ഒന്നും കൊടുത്തില്ല. അല്ല, ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു.
നീ എനിക്ക് മെസ്സേജ് അയച്ചോ? നിന്നെ ആർക്കേബ് ചെയ്ത് ഇട്ടേക്കുക. എനിക്ക് തമാശല്ല, ഇവനെ ഇത്രയും നീളമുള്ള മെസ്സേജ് അയക്കുക ഇടയ്ക്ക്. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ എന്താന്ന് പോലും അറിയില്ല. അതുകൊണ്ട് രമേശേട്ടൻ എനിക്ക് തന്നായിരുന്നു മെസ്സേജ്. മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. റിപ്ലൈ തന്നിട്ടുണ്ട്. റിപ്ലൈ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇവനെ ഇടയ്ക്ക് അത് നിങ്ങൾ ഹാപ്പി ബർത്ത്ഡേ പിഷു ചേട്ടാന്ന് ഇടും. അല്ലല്ല, അതിന്റെ മറുപടി വരും. പക്ഷെ ഇതങ്ങനെ ഇതല്ല. ഇതല്ലാത്ത ദിവസങ്ങളിൽ എന്തൊക്കെയോ ലോക കാര്യങ്ങൾ, ലോസോൺ പാളി തുള വിടും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കും. ഞാൻ എന്ത് ചെയ്യാൻ ഇതിനകത്ത്? ശരി, മാറ്റിയിടാം. എന്നിട്ട് നിനക്ക് മറുപടിയും തരുന്നതായിരിക്കും. ആയിക്കോട്ടെ. ഓക്കെ, ശരി. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സീറ്റിൽ ചെന്നിരുന്നതിന് ശേഷം. രമേശേട്ടാ പ്ലീസ്. അപ്പൊ രമേശേട്ടൻ പറഞ്ഞ പോലെ നമ്മളെ ചിരിപ്പിക്കാനായിട്ട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടീം മാനർമത്തായി. ഒപ്പം ടീം രാംജി റാവു. അവരുടെ ടീം ലീഡേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. നീന. ഒപ്പം സിയ. അപ്പൊ നീന ആൻഡ് സിയ കഴിഞ്ഞ കുറെ എപ്പിസോഡുകളായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, അവരുടെ പെർഫോമൻസുകൾ, ഇവിടുത്തെ തമാശ, കളി, ചിരിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. കുറേ ചിരിക്കാൻ പറ്റുക, ചിരി മരുന്നാണെന്നാണല്ലോ പറയുന്നത്. ഇവിടെ വന്നിരുന്ന ഒരുപാട് എക്സ്പീരിയൻസസ് കേൾക്കുക. അസീസിക്കാൻ്റെ ഒക്കെ ആണെങ്കിലും മൂവീനെ പറ്റിയിട്ടുള്ള ഷെയർ ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമുക്ക് പുറത്തിരുന്നിട്ട് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇവിടെ വന്ന് അടുത്തുനിന്ന് നമ്പർ തരാം, വിളിച്ചാൽ മതി. സ്റ്റോറീസ് കുറെ ഉണ്ട് പുള്ളിയുടെ കയ്യില്. ഷെയർ ഒരു മോട്ടിവേറ്റർ ആയിട്ട് ഞാൻ. അപ്പോൾ അടുത്ത് ഇരുന്ന് ഇതെല്ലാം കാണാൻ കേൾക്കുകയൊക്കെ ചെയ്യുന്ന പറയുന്നത് നമ്മൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതെ അതെ അതെ. അപ്പൊ അസിസിക്കയുടെ കൂടുതൽ കഥകൾ നമുക്കിനി വരുന്ന എപ്പിസോഡിലാണ് കേൾക്കാനിരിക്കുന്നത്. മേജർ ഇറക്കിയിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ പറയൂ സിയ. ഫസ്റ്റ് ഞാൻ എല്ലാവർക്കും താങ്ക്സ് പറയുന്നു ഇങ്ങനെ ഒരു ഫ്ലോർ തന്നതിന്. എല്ലാവർക്കും ബിഗ് താങ്ക്സ്. പിന്നെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഷോയിൽ വരുന്നേ. അപ്പോൾ ഞാൻ ഒത്തിരി എക്സ്പീരിയൻസ് ഇന്ന് ഒറ്റൊരു ഡേ തന്നെ ഞാൻ കുറേ എക്സ്പീരിയൻസ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. ഇവിടെ കുറേ പ്രോഗ്രാംസും കുറേ ഫ്രണ്ട്സ് പിന്നെ കുറേ ചേട്ടന്മാർ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെ പെർഫോമൻസും സൂപ്പറായിരുന്നു. എല്ലാവരുടെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. അഖിലിപ്പോ ചോദിച്ചു ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആരുടെ ആയിരുന്നു എന്ന്. അനീഷ് കാട്ടുകടയുടെ ക്യാരക്ടർ എൻട്രി ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണ് പറയുന്നത്. ഇതാരാ പഠിപ്പിച്ചെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു സിയ, താങ്ക് യു. ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോവാണ്. ആദ്യത്തെ ചോദ്യം, അസീസിക്ക് അഭിനയിച്ച ഒരു സിനിമയിലെ സീനിന്റെ ഫോട്ടോ നമ്മൾ വീഡിയോ ബോർഡിൽ കാണിക്കും. ഏതാണ് ആ സിനിമ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. വെരി ഗുഡ്. നീന ഉത്തരം പറയൂ. 1 എന്ന ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. Yes, 1 എന്ന ചിത്രം. അസിസയ്ക്കോട് ഈ ഒരു അനുഭവം മിക്ക സ്ഥലങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. അതായത് മമ്മൂക്കേനെ പുറകിലിരുത്തി വണ്ടി ഓടിച്ചപ്പോൾ നെർവസ് ആയോ ഇല്ലയോ, എങ്ങനെയായിരുന്നു സീൻ? സത്യത്തിൽ ഞാൻ പരോള് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം മമ്മൂക്ക പിന്നീട് കാണുന്ന ഈ ലൊക്കേഷനിലാണ്. പക്ഷെ പോയിട്ടില്ല. അങ്ങനെ മമ്മൂക്ക കാണാൻ വേണ്ടി പോയാ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര നിംസ് ഹോസ്പിറ്റലിൽ. അങ്ങനെ പോയ സമയത്താണ് നമ്മളെ കൺട്രോൾ ബാധിക്ക ഇങ്ങനൊരു സംഭവം ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് സീൻ കേട്ടപ്പോഴാണ് ഓട്ടോറിക്ഷ മമ്മൂക്കയെ വെച്ച് സിറ്റി കൂടെ ഓട്ടിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ഓട്ടോറിക്ഷ ഓട്ടിക്കാൻ അറിയാം, പക്ഷെ പുറകെ ഇരിക്കുന്ന ആരാണ് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയില്ലെന്നങ്ങ് പറഞ്ഞു. അങ്ങനെ വീണ്ടും മമ്മൂക്ക വിളിച്ചു, അവനെ വിളിക്കാൻ പറഞ്ഞു. ഡയലോഗ് സീൻസ് മുഴുവനും ചിത്രാഞ്ജലിയിൽ ഗ്രീൻ മാറ്റ് ഇട്ടാണ് അഭിനയിച്ചത്. അതുകൊണ്ട് ഞാൻ ചെയ്തല്ല, ഞാൻ ചെയ്തില്ലായിരുന്നു. പിന്നെ ചെറുതായിട്ടൊന്ന് മമ്മൂക്ക മൂവ് ചെയ്യുന്ന സീൻ എടുത്തു, അല്ലാതെ വേറെ ഒന്നും എടുത്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തു, എല്ലാം ചെയ്തു. കാരണം അത്ര എക്സ്പീരിയൻസ് അല്ല എനിക്ക് ഓട്ടോ ഓടിക്കാൻ. അതുകൊണ്ടാണ്. ശരി, അപ്പോൾ വെരി ഗുഡ്, നല്ലൊരു കാര്യം. പക്ഷെ എക്സ്പീരിയൻസ് അല്ലെങ്കിലും പിശാരടിയാണ് പുറകെ ഇരുന്നെങ്കിൽ ഞാൻ ഓട്ടിച്ചേ. ഞാൻ കയറൂല്ലോ. അങ്ങനെ കുറച്ചെങ്കിലും ഓടിക്കാൻ അറിയായിരുന്നല്ലോ.
എക്സ്പീരിയൻസ് ഇല്ല, നല്ല സ്പീഡിനൊന്നും പോകാൻ അറിയത്തില്ല. അതുകൊണ്ട് നമുക്കിനെ പോലെ ഒരു വലിയൊരു ആക്ടറിനെ പുറകെ ഇരുത്തി ഓടിക്കാനുള്ള ചെറിയൊരു ടെൻഷൻ അല്ലേ? ആരെയാണ് കൊണ്ടുപോകുന്നത്? ദൈവമേ, ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷേട്ടനെ പോലുള്ള ആളെയൊക്കെ പുറകെ ഇരുന്ന് ഓട്ടിക്കുക, ഡയലോഗ് പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ ചോദ്യം, വീഡിയോ വാളിൽ ഒരു സെൽഫി പിക്ചർ കാണിക്കും. അതിൽ അസീസിക്കയോടൊപ്പമുള്ള നടന്റെ മുഖം മാസ്ക് ചെയ്തിരിക്കും. ആരാണ് ആ നടനെന്ന് കണ്ടുപിടിച്ച് പറയണം. സുരാജ് വെഞ്ഞാറമൂട്. സുരാജ് വെഞ്ഞാറമൂട്. സുരാജ് വെഞ്ഞാറമൂട്. സുരാജിന്റെ കൂടെ അബ്രോഡ് ട്രിപ്പ് പോയ കുറെ കഥകളൊക്കെ അസീസിക്ക പറഞ്ഞിട്ടുണ്ട്. സുരാജണ്ണൻ ഗൾഫ് വിട്ട് അമേരിക്കയിലൊക്കെ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും. അത് ഒരു പ്രത്യേക നമ്മളൊരു ഭയങ്കര കെമിസ്ട്രിയാണ് സുരാജൻ. ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചപ്പോ വീഡിയോ കോൾ വിളിച്ചു, ഇവിടെ വന്നെന്നും പറഞ്ഞു. ഇപ്പൊ വിളിച്ചു, ഇപ്പൊ വീട്ടിൽ കിടന്ന് ഉറങ്ങും. സുരാട്ടൻ വേറൊരു വൈബാണ് നമുക്ക്. കാരണം എന്റെ ഗുരുതുല്യനാണ്. ഞാൻ പുള്ളിയൊക്കെ കണ്ടാണ്, ഞാൻ പറഞ്ഞല്ലേ, പുള്ളി ഇരിക്കുന്ന വണ്ടിയിൽ കയറി ഇരിക്കാനൊക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ഗുരുതുല്യനാണ്. പുള്ളിയെ കണ്ടൊക്കെ തന്നെയാണ് ഞാനും മിമിക്രി. എത്ര കാലമായിട്ട്, അതായത് അദ്ദേഹം സിനിമയിൽ വരുന്നതിന് മുൻപ് ഒക്കെ അസിസിക്കുമായിട്ട് ലൈക്ക് എന്താ പറയാ, എപ്പോഴും അറിയാമോ? അല്ല, സുരാട്ടൻ ചെറിയ മറ്റേ രസികനൊക്കെ ചെയ്തോണ്ടിരുന്നില്ലേ, ആ സമയത്തൊക്കെ സുരാട്ടൻ സിറ്റ്കോം ചെയ്യുന്ന സമയത്ത്. അതെ, ആ സമയത്തൊക്കെ സുരാട്ടനായിട്ടുള്ള സ്റ്റേജ് പരിപാടി മുതലേ, രണ്ടാം കാലഘട്ടം ഡിസ്കവറി ഒക്കെ കളിക്കുന്ന കാലഘട്ടം മുതലേ അറിയാം. അടിപൊളി, സൂപ്പർ. മൂന്നാമത്തെ ചോദ്യം, അസീസിക്ക അഭിനയിച്ച ഒരു സിനിമയുടെ പേരിന്റെ ക്ലൂ വീഡിയോ വാളിൽ കാണിക്കും. ഏതാണ് സിനിമ എന്ന് കണ്ടുപിടിച്ച് പറയണം. അടിപൊളി, വെരി ഗുഡ്. ഉത്തരം പറയോ? കോൾഡ് കേസ്. കോൾഡ് കേസ്. നോക്കാം. Yes, correct ആണ്. കോൾഡ് കേസ്. അങ്ങനെ 3 ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ടീം രാംജി റാവു ആണ്. ദാറ്റ് മീൻസ് ആദ്യത്തെ പെർഫോമർ എത്തുന്നത് ടീം രാംജി റാവുവിൽ നിന്നും. പറയൂ സിയ, ആരാണ് നിങ്ങളുടെ ടീമിൽ നിന്ന് പെർഫോം ചെയ്യാൻ എത്തുന്നത്? നമ്മുടെ ടീമിൽ നിന്ന് വരുന്നത് ക്യാരക്ടർ റൗണ്ടിൽ വരുന്നത് നെൽസൺ തോമസ് ആണ്. അപ്പോൾ അടുത്തത് ഒരു ക്യാരക്ടർ എൻട്രി പെർഫോമൻസ് ആണ്. ചോരൻ ചാക്കുണിയായിട്ട്, അതായത് കള്ളൻ ചാക്കുണിയായിട്ട് നമ്മുടെ നെൽസൺ എത്തുകയാണ്. ലെറ്റ്സ് വാച്ച് ആൻഡ് എൻജോയ്. ചേട്ടാ, കള്ളനാണെന്ന് തോന്നുന്നു. കൊടുത്താലോ ഓർമ്മ കൊടു. എന്തിനാണ് ഇവിടെ കയറി വന്ന നീ? കള്ളം പിന്നെ കക്കാനല്ലാതെ നിന്റെ കുഞ്ഞമ്മയുടെ കല്യാണം വിളിക്കാൻ ഞാൻ ഇങ്ങോട്ട് വരുമോ? എടാ, നീ ഒരു മര്യാദയുള്ള കള്ളനാണ്. ഈ കണ്ട വലിയ ഫ്ലോറ്, ഈ ഇരിക്കണ പിഷാരടി ചേട്ടൻ, ഇപ്പുറത്ത് അസീദിക്ക, ഇവിടെ ഒരു പണിക്കും പോകാതെ ഒരു പെൺകൊച്ചി, ഈ കണ്ട തടിയാകട ഘടകന്മാരി. ഇത്രയും നീളമുള്ള ഡയലോഗ് പറയാൻ ഇത് എന്റെ പെർഫോമൻസ് അല്ലേ? അതെ, നിന്റെ പെർഫോമൻസ് അല്ലേ? മിമിക്രി ചെയ്യുന്ന അഭിനയിക്കുന്ന രമേശൻ മോനല്ലേ? രമേശൻ മോൻ. അതെ, ഞാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ രമേശൻ മോനെ കാണാൻ വേണ്ടിയാണ്. എന്നാ സംഭവം എന്ന് ചോദിച്ചാലേ, ഒരു ചെറിയൊരു കേസിൽ പെട്ടുപോയി. അപ്പോൾ എനിക്ക് നാട്ടിൽ നിലയും വിലയും ഉള്ള ഒരാൾ മുൻകൂർ ജാമ്യം നിൽക്കണം. എനിക്ക് അതിന് രമേശൻ മോൻ്റെ സഹായം എനിക്ക് വേണം. ചുമ്മാതല്ല കേട്ടോ, ഞാനേ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് തന്നെ രമേശൻ മോൻ്റെ സഹായം കൊണ്ടാ. കള്ളനായതോ? സത്യം. എന്നെ സംഭവം അറിയാം, പണ്ട് വർഷങ്ങൾക്ക് മുമ്പാ രമേശൻ മോൻ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ മിമിക്രി കാണിക്കാൻ പോകത്തില്ലേ? അപ്പം ഇവരുടെ ഇവന്റ് ഒരു കാര്യമില്ല, ഇവരുടെ ഇവന്റിന് കാണാൻ വേണ്ടി നാട്ടുകാർ വൈകുന്നേരം 8-9 ആകുമ്പോൾ വീട് അടച്ച് പരിപാടിക്ക് പോകും. ഞാനാണ് ആ വീട്ടിൽ കയറി ആ സമയത്ത് സ്വർണം എടുക്കും. മണ്ടൻ നാട്ടുകാർ, അവരുടെ സമയവും പോയി സ്വർണവും പോയി. പക്ഷെ എനിക്കതിന് യാതൊരു കുറ്റബോധമില്ല കേട്ടോ. എന്നെ സഹായിക്കാൻ അന്നും ഇന്നും ദേ എൻ്റെ ഈ കയറുണ്ട്. 35 വർഷമായി എൻ്റെ കൂടെ കൂടിയിട്ട്. ഇതുവരെ എന്നെ ചതിച്ചിട്ടില്ല. 100% സക്സസ് റേഷ്യോ ഉള്ള സാധനം അത്. ഈ കയറ് സത്യം ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാനേ ഏതെങ്കിലും ഒരു വലിയ സ്റ്റുഡിയോ കണ്ടെന്ന് വെച്ചു, ഈ കയറ് തൂക്കിയിടും, തൂങ്ങിക്കയറും. ഏതെങ്കിലും ഒരു നല്ല വീട് കണ്ടെന്ന് വെച്ചു, ഈ സ്റ്റുഡിയോ അല്ല ഈ കയറ് തൂക്കിയിടും,
തൂങ്ങിക്കയറും. വലിയൊരു കെട്ടിടം കണ്ടാലേ ഈ കയറ് തൂക്കിയിടും, തൂങ്ങിക്കയറും. ഇനി ആരേലും എന്നെ കണ്ട ഈ കയറ് കഴുത്തെ തൂക്കും, തൂങ്ങിച്ചാകും. ഈ കയറിന് ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ കല്യാണം നടന്നത് തന്നെ ഈ കയറ് വെച്ചിട്ടാ. സത്യം, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. പണ്ട് വീശമാധവൻ പടം ഇറങ്ങിയ സമയമില്ലേ, ആ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഓള് കേൾക്കണം കേട്ടോ. വീശമാധവൻ പടം ഇറങ്ങിയ സമയത്ത് ഞാൻ കോട്ടയത്ത് എനിക്കൊരു ക്രഷ് ഉണ്ട്, രുക്കു. അപ്പൊ ആ സമയത്ത് ഈ അരിഞ്ഞാണം അടിച്ചു മാറ്റുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അരിഞ്ഞാണം ഇപ്പൊ മയിൽപ്പല്ലി കൊണ്ടുവന്നിട്ടില്ല സത്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് പോത്തള്ളി ഇടുന്നത്. രണ്ടോ അരിഞ്ഞാണത്തിന്റെ വകുപ്പുണ്ട്, പക്ഷേ സത്യം പറഞ്ഞാൽ അതൊരു വകുപ്പാണ്. അന്ന് രുക്കുവിൻ്റെ അരിഞ്ഞാണം അടിച്ചു മാറ്റാൻ വേണ്ടി ഞാൻ വീട്ടിൽ കയറി. വീട്ടിൽ കയറിയപ്പോൾ നല്ല അമാവാസി സമയം, കരണ്ടും ഇല്ല, മുറി മാറിപ്പോയി. രുക്കുവിൻ്റെ അമ്മായിയുടെ മുറിയായിരുന്നു. കെട്ടിയാൻ പുറപ്പെട്ടു പോയ അമ്മായിയുടെ അരിഞ്ഞാണം അടിച്ചു മാറ്റി. കിട്ടിയത് വലിയ അരിഞ്ഞാണം. നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് അമ്മായിനെ കെട്ടിച്ച്. ഇപ്പൊ 65 വയസ്സുള്ള ആ പെണ്ണുപിള്ളയ്ക്ക് കുഴമ്പ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ മോഷ്ടിക്കാൻ പോകേണ്ട അവസ്ഥയാണ്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ മോഷ്ടിച്ച ഒരൊറ്റ സാധനം പോലും കോട്ടയം വിട്ട് പുറത്ത് പോയിട്ടില്ല. ഒരു സാധനം പോലും പുറത്തു വരില്ല. ഞാൻ മോഷ്ടിച്ച ചക്ക മാങ്ങ ഒരു സാധനം പോലും പുറത്തു വരില്ല. എന്നാന്നറിയോ സംഭവമുണ്ട്. ഇനി ചക്കയും മാങ്ങയും പഴയ വെള്ളിയരിഞ്ഞാണോ ഒക്കെ വാങ്ങിക്കാൻ ജർമ്മനിയിൽ നിന്ന് ആള് വരുമോ? ഞാൻ കോട്ടയത്ത് തന്നെ നല്ല വിലയ്ക്ക് വിൽക്കും. പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ പുതിയ ചില സംഗതികളൊക്കെ ചെയ്യാന്ന് ഓർത്ത്. അതായത് ബാങ്കുകൾ പുതിയതായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. മക്കളെ ബാങ്കൊക്കെ ഇല്ലേ, അതെ ഇവിടെ ഒരു സെക്യൂരിറ്റിനെ പോലെ. ചേട്ടൻ വന്ന ബാങ്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എല്ലാ ബാങ്കിലും ഞാൻ മോഷ്ടിക്കും. ഷെഡ്യൂൾഡ് ബാങ്ക്, നാഷണലൈസ്ഡ് ബാങ്ക്, അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്ക്, പബ്ലിക് ബാങ്ക്, എല്ലാ ബാങ്കിലും പോകും. സഹകരണ ബാങ്ക് ഒഴിച്ച്. എന്താ ഇനിയിപ്പോൾ അവിടുത്തെ പ്രത്യേകിച്ച് അടിച്ചോണ്ട് പോകാനുണ്ടല്ലോ. പക്ഷേ വേറൊരു പ്രശ്നം പറ്റി. ഇപ്പം എനിക്ക് എന്നാ കുഴപ്പമെന്ന് ചോദിച്ചാൽ, എല്ലാം സക്സസ്ഫുൾ ആയിട്ട് പോകുമായിരുന്നു. അവസാനം കഴിഞ്ഞ മാസം എൻ്റെ 100ാമത്തെ മോഷണമായിരുന്നു. ആ മോഷണത്തിൽ ചെറുതായിട്ട് എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ബ്രില്യൻറ്റ് കേരള പോലീസ് എന്നെ പിടിച്ചു. എന്നാ സംഭവം എനിക്ക് കേട്ടോ, ഞാൻ വളരെ സീക്രട്ടായിട്ട് ഓപ്പറേഷൻ പ്ലാൻ ചെയ്താൽ 100ാമത്തെ മോഷണം നമുക്ക് അങ്ങനെ ചുമ്മാ എവിടെയെങ്കിലും നടത്താൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ കോട്ടയത്ത് ഒരു ചെട്ടി കമ്പനി വളരെ വിദഗ്ധമായിട്ട് പ്ലാൻ ചെയ്ത് ബ്ലൂ പ്രിൻ്റ് ഒക്കെ വരച്ച് സെറ്റപ്പായിട്ട് മോഷണം പ്ലാൻ ചെയ്തു. പക്ഷേ എന്നാന്നറിയത്തില്ല, പോലീസുകാർ പിടിച്ചു. സംഭവം എന്ന് വെച്ചാൽ ഞാനേ 100ാമത്തെ മോഷണം ചുമ്മാ നടത്താൻ പറ്റാത്ത കാരണം ആസിഫ് അലീനെ കൊണ്ട് ഒരു ആശംസാ വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടാണ് മോഷണം നടത്തിയത്. എന്നാ ഉണ്ടാകുന്നറിയത്തില്ല, ആ മോഷണമാണ് കയ്യിൽ നിന്ന് പോയത്, പോലീസ് പിടിച്ച്. അപ്പം രമേശ് മോനെ ഞാൻ പോയേക്കുവാ. രമേശൻ മോൻ വരുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ഈ സങ്കട കഥയൊക്കെ കേട്ടിട്ട്. പക്ഷേ മോൻ വന്നാലും ഇല്ലെങ്കിലും എന്നെ ദൈവം രക്ഷിച്ചോളൂ, ഞാൻ പോവാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ വന്നിട്ട് എൻ്റെ അരിഞ്ഞാണം കാണുന്നില്ല, മൊബൈൽ കാണുന്നില്ല, ചേട്ടൻ്റെ ക്യാമറയുടെ ലെൻസ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രമേശ് മോനോട് കംപ്ലൈൻറ്റ് ആരും പറഞ്ഞേക്കില്ല കേട്ടോ. ഇനി അതോ അങ്ങനെ ആരെങ്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞാൽ തന്നെ മോൻ സമ്മതിച്ചു കൊടുക്കില്ല. മോൻ എന്നെ അറിയാലോ, മോൻ സമ്മതിച്ചു കൊടുക്കില്ല. പിന്നെ അവരെ അടിച്ച് ചോദിക്കുവാണെങ്കിൽ അവൻ അറിയാതെ എടുത്തതാ, ഇനി മേലെ അവൻ ആവർത്തിക്കത്തില്ല എന്നൊന്ന് പറഞ്ഞേക്കണം കേട്ടല്ലോ. ചോരൻ ചാക്കുണ്ണിക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. നെൽസൺ ഒരു സംശയം ചോദിക്കട്ടെ, ശരിക്കും ഈ ചോരൻ ചാക്കുണ്ണി എന്ന പേരിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എനിക്ക് അറിയാൻ പാടില്ല, അങ്ങനെ ചോദിക്കാം. പണ്ട് ഇവിടെ ഗൂർക്ക വന്നില്ലായിരുന്നു, ഒരു ഗൂർക്ക. അതെ, ഉള്ളി പിടിച്ച ഒരു കള്ളനായിരുന്നു, ഉള്ളി ട്രെയിനിങ് കൊടുത്തൊരു കള്ളനായിരുന്നു ചോർ. അപ്പൊ ചോർ എന്നുള്ള വാക്കിൽ നിന്നാണ് ചോർ എന്ന് വന്നത്. പറഞ്ഞത് നന്നായി, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ ചേട്ടന്മാരോട് ചോദിക്കാം. ചേട്ടാ, ഞാന് ഈ ക്യാരക്ടറുകൾ പല കാലത്ത് പല TV പരിപാടികളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനെ കള്ളൻ എന്നാള് വിളിക്കുന്നല്ലാതെ ചോരൻ എന്ന പേരിട്ട് വിളിച്ചൊരു ക്യാരക്ടർ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചോരൻ എന്ന പേരിട്ടത് കൊണ്ട് തന്നെ ഇത് വളരെ വ്യത്യസ്തമായിരുന്നു. എന്നെ അത്യാവശ്യം നല്ല പ്രകടനമായിരുന്നു. അതൊരു വളരെ ഹ്രസ്വമായിരുന്നു എന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരു മുഷിപ്പ് തോന്നുന്നതിന് മുമ്പ് അത് അവസാനിച്ചു. നമ്മളൊന്ന് കണ്ടിഷ്ടപ്പെട്ട് കൊള്ളാം ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി വരുന്നതിന് മുമ്പ് അത് അവസാനിച്ചു. അങ്ങനെ അതിന് അധികം മുഷിപ്പ് തോന്നിയില്ല. കുറച്ച് നല്ല തമാശകൾ അതിനകത്ത് അങ്ങിങ്ങായിട്ടൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇയാൾ വന്ന ശേഷം ഒരു കഥാകഥനമാണ്. ഇയാളുടെ പല പല കഥകളൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഭയങ്കര ഇമ്മീഡിയറ്റ് സ്ട്രൈക്ക് കിട്ടുന്ന വലിയ കൗണ്ടറുകളൊന്നും ഒറ്റയ്ക്കായോണ്ടായിരിക്കും, മോണലോഗാണ്ടായിരിക്കും ഇല്ലായിരുന്നു. എങ്കിലും ഇയാളുടെ ആദ്യത്തെ നിങ്ങൾ കോമ്പിനേഷനിൽ ചെയ്ത നർമ്മവും ബാക്കി ചില മോഷണത്തിന് പോയ കഥകളും ഒക്കെ വളരെ രസമായിരുന്നു, ഗംഭീരമായി കേട്ടോ.
അസീസിക്ക നന്നായിട്ടുണ്ട്. കോട്ടയത്താണോ? ആ കോട്ടയത്തെ സാർ. കാരണം കോട്ടയംകാരുടെ ഭാഷ ശൈലി ഉണ്ടല്ലോ, ഭയങ്കര രസമാണ് ഈ സ്കിറ്റ് കളിക്കുമ്പോൾ. എന്നതാണോ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്ന ആ ഒഴുക്കുണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഞാൻ പിശുവിൻ്റെ അടുത്ത് ചോദിച്ചത് പുള്ളിയുടെ കാലിൽ എന്തെങ്കിലും പ്രശ്നമാണോ? ഇല്ല, സ്കിറ്റിന് വേണ്ടി ചെയ്തത്. പക്ഷേ അത് ഒന്നും മെൻഷൻ ചെയ്തില്ല, ഈ കാലിനെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്തില്ലായിരുന്നു. രണ്ടാമത് നമ്മുടെ അനീഷല്ലേ പേര്, അനീഷ് തുടക്കം വന്ന് സഹായിക്കാൻ വന്നപ്പോൾ നിന്നേക്കാളും കയറി സ്കിറ്റിൽ. അപ്പോൾ ഇതിനു മുമ്പുള്ള പെർഫോമൻസ് ചെറുതായിട്ടൊന്ന് താഴ്ന്നപ്പോൾ ഇതിലങ്ങ് കയറാം, അവനേക്കാൾ അഭിപ്രായം എനിക്ക് കിട്ടുമല്ലോ എന്ന് കരുതി പൊളിക്കാൻ പോയപ്പോൾ നീ അത് പൊളിച്ചടിക്കും. ഞാനാണ് കളിക്കാൻ വന്നത്, നീ പോയിരിക്കാൻ പറഞ്ഞു അല്ലേ? അപ്പം എന്നാലും മറ്റേ സ്വർണത്തിൻ്റെ ഒരു കൗണ്ടർ അടിച്ചല്ലോ, എന്താ അത് പെട്ടെന്ന് സ്വർണം അല്ല, സ്വർണം പറഞ്ഞത് എന്റെ പരിപാടി കണ്ടിട്ട് അവരുടെ സമയം പോയി സ്വർണം പോയി എന്ന് പറഞ്ഞത് നല്ല വിറ്റായിരുന്നു. അതുകൊണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഞാൻ മോഷ്ടിക്കുന്ന ചക്ക മാങ്ങ അതൊന്നും ഒരിക്കലും കോട്ടയം വിട്ട് പോയിട്ടില്ല. പിന്നെ ജർമ്മനിയിൽ ആരെങ്കിലും ഇത് വാങ്ങാൻ പോലും എന്നൊക്കെ പറയുന്നത് സാരമായിട്ടുള്ള ലളിതമായിട്ടുള്ള കുറച്ച് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. പിന്നെ പെർഫോമൻസ് നല്ല രസമായിരുന്നു കേട്ടോ. ആ കാലിൻ്റെയും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ രസം. ഞാൻ കരുതി ഇനി ഈ ഇങ്ങനെ നടക്കുമ്പോൾ സ്കിറ്റിലൊന്നും പറയില്ല ജഡ്ജ്മെന്റിലെന്ന് വിചാരിച്ചു. അത് ഇവര് വേറൊരു ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി ചെയ്യാം. നമ്മളൊക്കെ അങ്ങനെ പൂർണ്ണമായിട്ടും വേറൊരാളായിരുന്നു തോന്നണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവനവൻ രണ്ട് രീതിയിൽ അഭിനയിക്കരുത്. നമുക്കൊന്നായിട്ട് മാറാം, അയാളെ നമ്മളിലോട്ട് എടുക്കാം. ഇത് നമ്മളോട്ട് എടുത്ത് നമ്മളായിട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാണ്ടിരുന്നാൽ മതി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. രസമായിരുന്നു. അല്ല, നന്നായിരുന്നു. സൂപ്പർ പെർഫോമൻസ്, അടിപൊളി, നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. അപ്പൊ നെൽസൺ തോമസിന്റെ വേഷപ്പകർച്ച അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചേരുന്ന ഒരു വേഷം നന്നായിട്ട് ചെയ്തിട്ട്. പിന്നെ ഈ കണ്ണിൽ വെച്ചേക്കുന്ന സാധനം ഉണ്ടല്ലോ, അതെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടാണ് എപ്പോഴും ഇങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു? അതല്ലടാ, ഒരാൾ ഒരു ആങ്കർ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു നെൽസ വളരെ നന്നായി ചേരുന്നൊരു വേഷം പറഞ്ഞത്. എന്താണ് ഡയാന അങ്ങനെ പറഞ്ഞത്? ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയില്ലേ? നല്ലൊരു കള്ളന്റെ ലുക്കില്ലേ, നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നു. വീണ്ടും കയറി കയറി പോവേ. നീ മുഖംമൂടിയൊക്കെ മാറ്റിക്കാൻ നോക്കണ്ട, ലുക്ക് കറക്റ്റ് ആവുമെന്ന്. മാറ്റിയ ഇത് അയ്യോ പ്രോപ്പർട്ടി ഉണ്ട് വേണ്ടായിരുന്നു. പറഞ്ഞേട്ടാ, ഇത് നല്ല ചേരുന്ന വേഷം കീപ് ഇറ്റ് അപ്പ് കൊണ്ട് കിടക്കാം കൂടെ. നന്നായിരുന്നു. സൂപ്പർ. അപ്പൊ ഇത് നല്ലൊരു സ്റ്റാൻഡപ്പ്, നല്ല കോട്ടിട്ടൊരു സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസ് കാണാം. അപ്പൊ നീന, നിങ്ങളുടെ ടീമിലാണ് പെർഫോമർ എത്തുന്നത്. ആരാണ് കോട്ടിടുന്നത്? ഞങ്ങളുടെ ടീമിൽ നിന്ന് നല്ലൊരു പെർഫോമൻസ് ആയിട്ട് വരുന്നത് ഗിനീഷ് ഗോവിന്ദ്. വെൽക്കം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻസ്, ഒന്ന് പുഞ്ചിരിക്കൂ. വെരി നൈസ്. ചിരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ചിരിക്കുക എന്നുള്ളതും വളരെ വലിയൊരു കഴിവാണ്. 2 ഇഞ്ച് ചുണ്ടിനെ വികസിപ്പിക്കുന്ന ഒരു വികസന പ്രവർത്തനമാണ് ചിരി എന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റാരുമല്ല, ഇരുമ്പ് ജോണിയോ ശ്രാങ്കോ റാവത്തറോ എന്നല്ല, നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട നമ്മുടെ രമേശ് ഏട്ടനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാള സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ചിരി സമ്മാനിച്ചിട്ടുള്ള കലാകാരന്മാരെ സമ്മാനിച്ചിട്ടുള്ളത് നമ്മുടെ മലയാള സിനിമയല്ലേ? സിനിമയിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. എത്ര വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും നമ്മളെ നോക്കിക്കൊണ്ട് എന്തൊക്കെയാണോ ശിവൻ തന്നെയല്ലേ എന്ന് ചോദിച്ച ലീഡറും എൻ്റെ മൈക്കൊക്കെ ഇപ്പം എങ്ങനെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ച നമ്മുടെ സഖാവ് നായനാരും നമുക്ക് നല്ല ചിരിയോർമ്മകളാണ്. ഈ 2 ആൾക്കാരെ പറ്റി പറയുന്ന കൂട്ടത്തിൽ എൻ്റെ മാമൻ ശങ്കരൻ മാമനെ പറ്റി പറഞ്ഞിട്ടില്ലേ, അതൊരു നന്ദി കേട്ടായിപ്പോ. ഗടാഗടിയന്മാരായ 5 പശുക്കൾക്കൊപ്പമായിരുന്നു പുള്ളിയുടെ ജീവിതം. സിന്ധു, ബിന്ദു, ഹേമ, പിന്നെ ലൈല എന്ന് പറയുന്ന ഒരു ആട്ടുംകുട്ടിയും PP അനിൽകുമാർ എന്ന് പറയുന്ന ഒരു പോത്തും. നിങ്ങൾ ചോദിക്കും, ആരെങ്കിലും പോത്തിനൊക്കെ PP അനിൽകുമാർ എന്നൊക്കെ പേരിടുമോ? പുള്ളിക്ക് ചൂഹി ചവള എന്നിട്ടൊരു പൂച്ചക്കുട്ടി ഉണ്ടല്ലോ, ഞാനതിൻ്റെ അടുത്ത് പോകില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചക്കുട്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും പേര് ദോഷം വന്നു പോയാൽ പിന്നെ വന്നു പോയത് തന്നെയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം മൂപ്പരെ ലൈലക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വയറുവേദന വന്നു. അങ്ങനെ വെറ്റിനറി സർജനെ കാണാൻ വേണ്ടിയിട്ട് കുന്നുമ്മൽ നമ്മുടെ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ നിൽക്കുകയാണ് കുന്നുമ്മൽ ലീലേൻ്റെ നല്ല കിങ്കാനെ പോലെയുള്ള ഒരു അടിപൊളി മുട്ടനാട്. നമ്മുടെ ലൈലേനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ കിങ്കാൻ, ലൈല ഐ ലവ് യു, ഇവർ തമ്മിൽ ഭയങ്കര പ്രേമത്തിലായി. ഈ ഇരുകാലികൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിലേക്ക് ഇന്ന് ആൾക്കാലികളുടെ പ്രണയം മാറി.
അങ്ങനെ മാമനും മാമിയും കൂടിയും വിവാഹിതരായി. അവർക്ക് ആ ബന്ധത്തിൽ ഒരു ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണീൻ്റെ പേരാണ് ഉണ്ണി. ഉണ്ണി നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ അടുത്തൊക്കെ ആൾക്കാരും ഉണ്ടാവില്ല. ഉണ്ണിക്ക് ചുറ്റുമാണ് കുട്ടികളെല്ലാവരും ചേർന്ന് നിൽക്കുന്നത്. കാരണം ഉണ്ണി ഭയങ്കരമായിട്ട് തമാശകൾ പറയും. ഉണ്ണീനോട് ഒരു ദിവസം നമ്മുടെ മാഷ് പറഞ്ഞ്, നിങ്ങളിങ്ങനെ തമാശയൊക്കെ പറയുന്നത് നല്ല തന്നെയാണ്, പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഉണ്ണി, നമ്മൾ ഇന്ന് മരം ഒരു വരം എന്ന സംഗതിനെ പറ്റിയിട്ട് ഒരു പ്രബന്ധം എഴുതാൻ വേണ്ടി പോവാ. എല്ലാവരും എഴുതി കഴിഞ്ഞ് നോക്കുമ്പോൾ മാഷ് ഉണ്ണീനെ അടുത്തേക്ക് വിളിച്ച്, ഉണ്ണി ഇങ്ങോട്ട് വാ, ഗംഭീരായിട്ടുണ്ട്, നിങ്ങൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇവനെ കണ്ട് പഠിക്കണം. എന്താ ഇവൻ്റെ ഒരു സംഭവം? ഇവൻ വെറും ഉണ്ണിയല്ല, തനി രാവണനാണ്. കാരണം 10 തലയാ ഇവന്. ഉണ്ണിയെ ഇങ്ങോട്ട് വാ, ഇനി ആ നാട്ടുമാവിൻ്റെ ചോട്ടിൽ നടന്നിട്ടുള്ള സംഗതി എന്താന്നുള്ളത് നാട്ടുപാട്ടാക്കരുത്. കാരണം ശാന്ത ടീച്ചറെ കാര്യമോ ഇനി ആലോചിക്കണം, എൻ്റെ കുടുംബം പോയാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു ദിവസം ഹിന്ദീൻ്റെ സെബാസ്റ്റ്യൻ മാഷ് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഉണ്ണീനോട് വെച്ച് തും കർത്താവായി വരുമ്പോൾ ഹോ, ഞാൻ പറഞ്ഞുതരാം, ഇനി പറഞ്ഞോന്ന് ഹോ 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 തും കർത്താവായി വരികയാണെങ്കിൽ ഹോ കൃഷ്ണനായിട്ട് വരൂ എൻ്റെ മാഷേ, ഹോ കൃഷ്ണനായിട്ട് വരൂ. നിങ്ങളൊരു വിശ്വാസവും നിങ്ങളൊരു രീതിയൊക്കെ അനുസരിച്ച് കർത്താവായിട്ട് വരുമായിരിക്കും. നമ്മളൊരു വിശ്വാസവും നമ്മളൊരു ആചാരമൊക്കെ അനുസരിച്ച് കൃഷ്ണനായിട്ട് വരും. സംഗതി വർഗീയ വിഷയമാണ്. ബൽഗൻ അതിനകത്ത് തൊട്ട് കളിക്കണ്ട. എന്താണെന്ന് അറിയില്ല, ഇവൻ്റെ ഈ ഒരു പോക്കൊക്കെ ആയിട്ട് മാഷിൻ്റെ ഒരു ശാപം എന്താണെന്ന് അറിയില്ല. ഇവൻ 10ാം ക്ലാസ് അങ്ങനെ കടന്നു പോയില്ല. ഇവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇവൻ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങി. കൃഷി, അതേപോലെ തന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ പശു വളർത്തൽ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ വീടിനോട് ചേർന്നിട്ട് തൊട്ടിപ്പുറത്താണ് തുളസീൻ്റെ വീട്. തുളസീൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതിലിനപ്പുറത്ത് തുളസീൻ്റെ വീടും ഇപ്പുറത്ത് ഉണ്ണീൻ്റെ വീടും. ഉണ്ണി ഇവിടെ ഉണ്ടാകുന്ന കാച്ചിലും ചേമ്പും ഒക്കെ തുളസിക്ക് എറിഞ്ഞു കൊടുക്കും. തുളസി അവിടുന്ന് ഉണ്ണി വാങ്ങിയൊക്കെ എടുത്തിട്ട് ഉണ്ണിക്ക് എറിഞ്ഞു കൊടുക്കും. ഉണ്ണി ഇവിടുന്ന് ചേമ്പെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. ഉണ്ണി അപ്പം ഇങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വലിയൊരു തണ്ണിമത്തൻ ഇവൻ ആദ്യമായിട്ട് ഇത് തുളസിക്ക് കൊടുക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഇവനതെന്ത് പണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് എറിഞ്ഞപ്പോൾ തുളസിക്ക് ഇത് പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ അത് താഴത്തേക്ക് പോയില്ല കേട്ടോ. മുറ്റത്ത് കിടന്ന് യോഗാഭ്യാസം ശവാസനം ചെയ്തുകൊണ്ടിരുന്ന ഇവളുടെ അച്ഛൻ്റെ നെഞ്ചത്ത് വീണ് അയാൾ കഥ കഴിഞ്ഞ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ഉണ്ണിക്ക് നേരെ കേസ്. പക്ഷേ അന്വേഷണമൊക്കെ കഴിഞ്ഞ് സംഗതി പുറത്ത് വന്നപ്പോഴാണ് കാര്യം പിടുത്തം കിട്ടിയത്. ഈ ഉണ്ണി അതിൽ കുറ്റക്കാരനല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തേക്കെടുത്ത ശ്വാസം പുറത്തേക്ക് വിട്ടപ്പോൾ തിരിച്ച് വീണ്ടും അകത്തേക്ക് എടുക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായി, അല്ലാതെ ഉണ്ണി അതിൽ കുറ്റക്കാരനല്ല. അങ്ങനെ എല്ലാം കൂടി ഉണ്ണി റിലീസായി ജാമ്യത്തിലിറങ്ങി വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഞങ്ങളും കുടുംബക്കാരും കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെയാണ്, വലിയ കമ്പനിയൊന്നുമില്ല നമ്മളൊന്നും ഏറ്റു. ഒരു ദിവസം അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണീൻ്റെ ഈ പറഞ്ഞേക്കുന്ന ലൈലിയൊക്കെ ഉണ്ടാടുന്ന് എന്ന് മറ്റു ഒച്ച ഉണ്ടാക്കുന്നത്. PP അനിൽകുമാറൊക്കെ ഉണ്ട്. ആകപ്പാട് എന്തെല്ലാം ഒരു കളി. ഞാനും കുട്ടിക്കൃഷ്ണ മാഷൊക്കെ ചെന്ന് നോക്കുന്നവരെ ഉണ്ണിയുണ്ട് ഈ ആട്ടുംകുട്ടീൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ടൊരു ചോദ്യമാണ്, എൻ്റെ പുത്തൻ ഡ്രൈവൻ ക്ലാസ്സിൽ നിന്ന് ചവിട്ടി പൊട്ടിച്ചില്ലടാ പട്ടി. അപ്പം ഞാൻ ചോദിച്ചു, അല്ല മാഷെ ഇവനെന്താ പറ്റിയേ? ഒന്നും മിണ്ടണ്ട, അടുത്ത എന്താ അവൻ്റെ പരിപാടി നോക്കുകയാണ്. പിന്നെ നോക്കുന്ന സമയത്ത് ഇവനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോത്തിന് വെള്ളം തളിച്ചിട്ട് കറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അകിടും തപ്പി നടക്കുക. അങ്ങനെ മാഷ് പറഞ്ഞ് ഇനി ഒന്നും നോക്കണ്ട. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പോത്തൊരു ചവിട്ടും ചവിട്ടി ഉണ്ണി പറന്നടിച്ചങ്ങ് പോവുകയും ചെയ്ത് നേരെ വന്ന് വീണ മാഷ മുന്നിലാ. മാഷോട് ഒറ്റ ചോദ്യം, A+- AB² + B² കറക്റ്റ് അല്ലേ മാഷേ? മാഷ് പറഞ്ഞു, ഉണ്ണി അത് കറക്റ്റ് അല്ലെങ്കിലും ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോണ്ട, തൽക്കാലം ഈ പുളി വെള്ളം കുടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കെട്ടൊന്ന് കറങ്ങട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, ഉണ്ണികളെ, എനിക്ക് നിങ്ങളോടൊരു കഥയെ പറയാനുള്ളൂ. പല ചുരുട്ടുന്നതും വലിക്കുന്നതും പോക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് പല സ്ഥലത്തു നിന്നും കിട്ടും. അതൊന്നും എടുത്ത് ഉപയോഗിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. ഗിനീഷ് ഗോവിന്ദ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. വെരി ഗുഡ്. ചേട്ടൻ പറഞ്ഞു ചോദിക്കാം, അസിസക്ക. ജിനീഷേ, ഓസ് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ജിനീഷ്. ജിനീഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ പൊളിറ്റിക്സ് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്നെയൊക്കെ വെച്ചൊരു നമ്മുടെ ഒരു ചാനലിൽ ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല എപ്പിസോഡുകളാണ്, പക്ഷെ അത് വന്നിട്ടില്ല. പക്ഷേ ജിനീഷ് ഇപ്പോൾ തുടക്കം സാധാരണ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു സാധനത്ത് നിന്ന് കണക്ട് ചെയ്ത് പക്ഷേ ആദ്യം പറഞ്ഞതായിരിക്കില്ല അവസാനം എത്തുന്നതും. പക്ഷേ ജിനീഷിൻ്റെ ഇതിലൊരു കണക്റ്റഡാണ്. പിന്നെ ഉണ്ണിയെക്കുറിച്ചൊരു തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് ലാസ്റ്റ് ഒരു മെസ്സേജിൽ നമുക്ക് സമൂഹത്തിന് വേണ്ടി അല്ലേ ഒരു ചെറിയൊരു മെസ്സേജ് തന്നു. പക്ഷേ
ഹ്യൂമർ വളരെ കുറവായിരുന്നു, ഹ്യൂമർ ഇല്ല എന്ന് തന്നെയാണ് പറയാം. പക്ഷേ കൊള്ളാം, പെർഫോമൻസ് രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾ ദ ബെസ്റ്റ്. ഗിനീഷ്, ഹ്യൂമർ ഉണ്ടായിരുന്നു, അത് പറഞ്ഞപ്പോൾ ഹ്യൂമർ അല്ലാണ്ടായിപ്പോയി. ഗിനീഷിനെ സംബന്ധിച്ചിടത്തോളം ഗിനീഷിൻ്റെ പല നർമ്മങ്ങളും ഗിനീഷ് പറഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളവർ ചിരിക്കുള്ളൂ. അങ്ങനത്തെ നർമ്മങ്ങൾ പറയുന്ന ഒരാളാണ് ഗിനീഷ്. ബാക്കിയുള്ളവരുടെ ചില ശൈലികളിൽ ചില നല്ല തമാശ കേട്ടു, അത് ഞാൻ പറഞ്ഞാലും അസീസ് പറഞ്ഞാലും ഗിനീഷ് പറഞ്ഞാലും ഒക്കെ ആൾക്കാർ ഫസ്റ്റ് കേൾക്കുന്നവർ ചിരിക്കും. മറ്റു ചില തമാശകൾ ചിലർ പറഞ്ഞെങ്കിലേ അത് ചിരിക്കുള്ളൂ എന്ന് പറയുന്നൊരു ഫിനിഷിംഗ് ഉണ്ട് അതിന്. അപ്പോൾ ഗിനീഷിൻ്റെ തമാശകൾക്ക് എപ്പോഴും അങ്ങനൊരു ഒരു ശൈലിക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഗിനീഷ് പറഞ്ഞ തമാശ കേട്ടെടുത്തിട്ട് ഞാൻ വേറെടുത്ത് പോയി പറഞ്ഞാൽ ഇനി ആ ചിരി ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുപോലത്തെ ശൈലിക്ക് പ്രാധാന്യമുള്ള തമാശകൾ പറയുന്ന ഒരാളാണ് ഗിനീഷ്. ഇന്നെന്തോ എനിക്ക് ഗിനീഷിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ താഴെയായ പോലെ തോന്നി. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ നമുക്ക്, അങ്ങനെ ഒരു കോൺഫിഡൻസ് ലെവൽ താഴെ വന്ന് നിന്നതുകൊണ്ട് തന്നെ കുറേ അധികം വിറ്റുകൾ ഈ വിറ്റ് തീർന്നു എന്ന് നമ്മൾ അറിയേണ്ട ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ വടി പിടിച്ച പോലെ അടുത്ത വിറ്റിലോട്ട് പറഞ്ഞുപോയി. അപ്പം കോടതിയിൽ നിന്ന് പറഞ്ഞു ഇത് പുറത്തേക്ക് വിട്ട ശ്വാസം തിരിച്ചെടുക്കാനുള്ള ഒരു ജാഗ്രത കുറവാണ്. അപ്പം ഈ ഉണ്ണി ഇങ്ങനെ കണക്ഷൻ പോവാ, ജാഗ്രത കുറവാണ്, ഒരു ഫുൾ സ്റ്റോപ്പാണ്, അതൊരു വിറ്റാണ് എന്ന് നിർത്താതെ അവിടെയൊക്കെ നേരെ അടുത്തയിലോട്ട് പിടിച്ച് നമുക്ക് ഇട ഇത് എവിടെയാണ്, ഇത് ഇവിടെ ഒരെണ്ണം കഴിഞ്ഞു, അടുത്ത കഥ തുടങ്ങി എന്നൊക്കെ ഉള്ളത് പോകുന്ന ചില സ്ഥലങ്ങൾ കറക്റ്റ് ഹുക്ക് ചെയ്ത് പിടിക്കാതെയാണ് ഇന്ന് പറഞ്ഞു പോയത്. അത് ഒന്നുകിൽ നമ്മൾ പലതവണ പ്രാക്ടീസ് ചെയ്തിട്ട് മെക്കാനിക്കലായി പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ പോലെ ആവും ചില സന്ദർഭങ്ങളിൽ ചില പെർഫോമൻസുകൾ. അത് മത്സരമാണെങ്കിലും ഷോ ആണെങ്കിലും ചില കല്യാണത്തിന് പോയാലും നമ്മളെ ചിലയിടത്ത് നമ്മൾ വേറെ ചില സ്ഥലത്ത് നിൽക്കുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഒന്ന് അതങ്ങ് തീർന്ന് കിടക്കുക എന്ന് പറയുന്നൊരു അവസ്ഥ നമുക്ക് വരുമ്പോൾ നമ്മളതിൻ്റെ ഫിനിഷിങ്ങിലോട്ട് നോക്കാതെ മുടി വെട്ടാനിരുന്ന ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞിട്ട് പോലും വിട്ടി തീരുന്നില്ലെങ്കിൽ നമ്മൾ പോയ ഡിസൈനൊക്കെ നമ്മൾ മാറ്റും. ചേട്ടാ ഒന്നും ചെയ്യേണ്ടത് ഇവിടെയും കൂടെ എടുത്തു തരും, ഞാൻ പൊക്കോളാം എന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്ക് അവിടം അസ്വസ്ഥമാകുമ്പോഴാണ്. അങ്ങനെ ഏതാണോ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തമാശകൾ ഇച്ചിരി കുറഞ്ഞതുപോലെ തോന്നി. അതുകൊണ്ട് തമാശ ഉണ്ട് ഇതിനകത്ത്. ഗിനീഷ് ചിലപ്പോൾ ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ വേറെ സ്ഥലത്ത് പറഞ്ഞാൽ ചിരിക്കുന്ന ഏതൊക്കെയോ കുറേ തമാശകൾ പറഞ്ഞു പോയതിനകത്തുണ്ട്. ആ തണ്ണിമത്തങ്ങയും പാസിങ്ങും ഉണ്ണിയുടെ ഒരു പ്രണയവും കാര്യങ്ങൾ അതും ഇതൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ എനിക്ക് ഈ പറഞ്ഞ ഒരു ഫുൾ സ്റ്റോപ്പും കുത്തും കോമയും കറക്റ്റായിട്ട് പിടിക്കാതെ പറഞ്ഞതുപോലെ തോന്നി. അതുകൊണ്ടായിരിക്കും അസീസിനും തമാശ കുറഞ്ഞു എനിക്കും തോന്നി. തമാശ കുറവുള്ള സാധാരണ ഞാൻ പറയില്ല, നമ്മൾ പിഷു പറഞ്ഞതുപോലെ ഇവർക്ക് നമ്മളെ കോഴിക്കോട് അതായത് ഗിനീഷിനൊക്കെ ഒരു ശൈലിയുണ്ട്, അത് ഇവർ പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ. അത് നമ്മൾ വേറെ ഒരു സ്ഥലത്ത് ഒരു ജില്ലയിലുള്ള കലാകാരൻ പരമ്പരയിൽ കേൾക്കില്ല. ഗിനീഷൊക്കെ ഒരുപാട് അത് നമ്മളെ ഹരീഷ് കണാറിനൊക്കെ ചെയ്ത സ്കിറ്റുകളൊക്കെ ഒരുപാട് എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. നമ്മളൊക്കെ ചിരിച്ച് അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചും പോയി. ഗംഭീരമായി, നന്നായി. നമസ്കാരം നമസ്കാരം വിഷു. നമസ്കാരം. ഞാൻ അപ്പുറത്ത് കുറച്ച് തിരക്കിട്ട കുറച്ച് വിശ്രമങ്ങളിലായിരുന്നു. തിരക്കിട്ട വിശ്രമമായിരുന്നു എന്ന് തോന്നുന്നു. വിശ്രമമല്ല, ഓരോ ഞാനിപ്പോ അറിയാലോ പിഷാരടിക്കാൻ അറിയാം. കേട്ടിട്ടുണ്ട് ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് വേദിയിൽ. അയ്യോ പിന്നെ ഒരുപാട് രാഗങ്ങൾ വെച്ചുള്ള പാട്ടായിരുന്നു ഞാൻ പാടിയിട്ടുള്ള. പല പാട്ടുകളും പല രാഗങ്ങളിലുള്ള പാട്ടുകൾ. ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ പാട്ട് ഇങ്ങനെ ആക്കുമ്പോഴൊന്നിട്ട് രാഗഭാവം വിടാതെ ചെയ്തിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും. അതാണ് ഇത്രയും ഗംഭീരമായത്. അപ്പൊ ഒരുപാട് രാഗങ്ങൾ നമ്മൾ പല ഒരുപാട് രാഗങ്ങളുള്ള പാട്ടുകൾ ഞാൻ പാടിക്കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ഇനിയിപ്പോ രാഗങ്ങൾ വെച്ചുള്ള മാറ്റി വെച്ചിട്ട് രോഗങ്ങളെ കുറിച്ചുള്ള കുറച്ച് പാട്ടുകളാണ് ഞാൻ ഇനി പാടാൻ പോകുന്നത്. മനുഷ്യരിൽ വന്നു പോകുന്ന കുറച്ച് രോഗങ്ങൾ. ആയിക്കോട്ടെ. ഈ രോഗങ്ങളിൽ രാഗങ്ങളുണ്ടോ? ഈ രോഗങ്ങളിലും രാഗമുണ്ടോ? ആ ഉണ്ട്. രോഗാകരാഗങ്ങൾ. മോന്തയ്ക്ക് കുരുവുണ്ടു, പിടലിക്ക് നീരുണ്ടു, തലയിൽ താരനുണ്ടോ, കയ്യിൽ മാന്തുമ്പോൾ ചൊറിച്ചിലുണ്ടോ, കാലിൻ്റെ അടിഭാഗം വിള്ളലുണ്ടോ, ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടും നേരം കണ്ണീ കടിയുണ്ടോ. മോന്തയ്ക്ക് കുരുവുണ്ടു, പിടലിക്ക് നീരുണ്ടു, തലയിൽ താരനുണ്ടോ.
സൈഡിൽ ഏതാനും ഭാഗം പാണ്ടുണ്ടോ പാണ്ടുണ്ടോ നടക്കുമ്പോ കാലേ നിലത്തേക്ക് കുത്താൻ റിസ്ക് ഉണ്ടോ കാലിൽ ആണിയുണ്ടോ ലിവറിന്റെ ഫങ്ഷനുകൾ ടെൻഷനാക്കുമോ പലവിധ രോഗങ്ങളെ ബോഡി താങ്ങുമോ മരുന്നിനെ ആശ്രയിച്ച മനുഷ്യനിന്നോടിടുമ്പോൾ മാറാരോഗങ്ങൾ മാറ്റിയെടുക്കുവാൻ കയ്യിൽ ക്യാഷുണ്ടോ മോന്തയ്ക്ക് കുരുവുണ്ടോ പിടലിക്ക് നീരുണ്ടോ തലയിൽ താരനുണ്ടോ ഓ അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്ന മുന്നോടിയായിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർപ്പെടുത്തുന്നു. വൺസ് അപ്പോൺ എ ടൈം സീസൺ 3 ഗ്രാൻഡ് ഫിനാലെ വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് ഗ്രാൻഡ് പ്രൈസസ് ആണ്. ഒന്നാം സമ്മാനം 7 ലക്ഷം രൂപ. ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നു പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സയുമായി എൽഡോ വൈദ്യേഴ്സ് സെന്റ് പോൾസ് ആയുർവേദ. ഇനി അലർജിയും ആസ്മയും ഒരു മാറാരോഗമല്ല. രണ്ടാം സമ്മാനം 5 ലക്ഷം രൂപ നൽകുന്നത് ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് തൃശൂർ. മൂന്നാം സമ്മാനം 3 ലക്ഷം രൂപയാണ്. ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നു ചെയർമാൻ ചെയേഴ്സ്. സുന്ദരം സുദൃഢം സുഖകരം. വീണ്ടും കാണാം. Until then, bye bye.